ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ദിനചര്യകൾ, ഡെയിലി റുട്ടീൻ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ്. ഇത് പറയാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ഇത്തിരികൂടി എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാനൊരു മലയാളം സെൻറ്റൻസ് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ സംസാരിച്ച് തുടങ്ങാൻ പറ്റുന്ന എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. നമ്മൾ മനസ്സിലാക്കാൻ പാകത്തിന് നമ്മൾ എളുപ്പത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഡെയിലി റൂട്ടീൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സാധാരണ എല്ലാ ദിവസവും സാധാരണയായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണ എണീക്കുന്നൊരു സമയം എന്ന് പറയുന്നത് 4:30ക്കാണ്. പിന്നെ ചെയ്യണ കാര്യങ്ങളൊക്കെ എന്താണ് ആ ഒരു റുട്ടീൻ ഇങ്ങനെ ഡെയിലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ വ്യത്യാസമില്ല. ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ബട്ട് മോസ്റ്റ് കേസിൽ എന്താണ് നമ്മൾ ചെയ്യണ കാര്യങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. സെയിം ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എണീക്കാറ് ഈ ഒരു സെൻറ്റൻസ് പറയണം. ഞാൻ എണീക്കാറ് 6 മണിക്കാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എണീക്കാറ് 6 മണിക്കാണ്. ഇവിടെ ഞാനെന്ന് പറയുമ്പോൾ എന്താണ് അല്ലേ? ഞാനെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എന്നെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും ഞാൻ ഐ എന്ന സബ്ജക്റ്റിലാണ് ഞാൻ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും പറയുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഐ ഐ വേക്ക് അപ്പ് അല്ലേ? ഞാൻ എണീക്കാന്ന് പറയുമ്പോൾ വേക്ക് അപ്പ് എന്ന ഫ്രേസൽ വെർബാണ് നമ്മൾ യൂസ് ചെയ്യുക. ഐ വേക്ക് അപ്പ് 6:00 എന്ന് പറയുമ്പോൾ എന്താണ്? വെറുതെ 6:00 എന്ന് പറഞ്ഞാൽ പോരാ. നമ്മൾ അറ്റ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണം അല്ലേ? ഐ വേക്ക് അപ്പ് അറ്റ് 6:00. ഓക്കെ. ഐ വേക്ക് അപ്പ് അറ്റ് 6:00. ഞാൻ എണീക്കുക 6 മണിക്കാണ്. ഇനിയിപ്പോൾ വേക്ക് അപ്പ് മാത്രമല്ല, എനിക്ക് ഗെറ്റ് അപ്പ് എന്നും യൂസ് ചെയ്യാൻ പറ്റും. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6:00 അല്ലേ? ഐ ഗെറ്റ് അപ്പ് അറ്റ് 6:00 എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യണ കാര്യം എന്തായിരിക്കും? എന്താണ് നമ്മൾ പൊതുവെ ബ്രഷ് ചെയ്യും അല്ലേ? ലൈക്ക് നമ്മൾ ബ്രഷ് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പല്ല് തേക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ പല്ല് തേക്കുന്നു പറയാണ്ട് എനിക്കിങ്ങനെ പറയാൻ പറ്റും. ദെൻ എന്ന് പറയാം. ദെൻ ഐ ദെൻ ഐ എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുക. ഞാൻ എന്നെ പറ്റിയാണല്ലോ പറയണത്. ദെൻ ഐ ബ്രഷ് മൈ ടീത്ത്. ബ്രഷ് ചെയ്യണ ആക്ഷനെയാണ് നമ്മൾ ബ്രഷ് എന്ന് പറയാം. ബ്രഷ് നമ്മൾ യൂസ് ചെയ്യണത് ബ്രഷ് തന്നെയാണ്. അത് മാത്രമല്ല അത് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യണ ആക്ഷനും എന്താണ്? ക്രിയയും ബ്രഷ് തന്നെയാണ്. സോ ദെൻ ഐ ബ്രഷ് മൈ ടീത്ത്. ഐ ആയ കാരണമാണ് ഞാൻ ബ്രഷ് പറഞ്ഞത്. ഞാൻ അവളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഷീ ബ്രഷസ് എന്നായിരിക്കും പറയുക. കാരണം അതൊരു ആക്ഷനാണ്. ശ്രദ്ധിക്കുക. ഐ എന്ന് പറയുമ്പോൾ, വി എന്ന് പറയുമ്പോൾ, ദേ എന്ന് പറയുമ്പോഴൊന്നും നമ്മൾ എസ് ഒന്നും ആഡ് ചെയ്യില്ല. എസ്ഒ, ഇഎസ്ഒ ഒന്നും നമ്മൾ ആഡ് ചെയ്യില്ല. അത് ശ്രദ്ധിക്കുക. എന്താണ് ഞാൻ ആദ്യം എണീറ്റു അല്ലേ? ഐ വേക്ക് അപ്പ് അറ്റ് ഞാൻ എണീക്കാറ് 6 മണിക്കാണ്. ഐ വേക്ക് അപ്പ് അറ്റ് 6:00. ദെൻ ഐ ബ്രഷ് മൈ ടീത്ത്. ഇനി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഞാൻ കുളിക്കും. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറും അല്ലേ? സോ ഐ ആഫ്റ്റർ ദാറ്റ് എന്ന് പറയും നമുക്ക്. അതിന് ശേഷം എന്ന് പറയാനായിട്ട് നമ്മൾ ദെൻ എന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് മാറ്റി യൂസ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഐ ടേക്ക് എ ബാത്ത് ആൻഡ് ഗെറ്റ് ഡ്രെസ്ഡ്. അതിനുശേഷം എന്താണ്? ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം എന്ന് പറയാൻ. ആഫ്റ്റർ ദാറ്റ് ഐ ടേക്ക് എ ബാത്ത്. ഞാൻ കുളിക്കും. ഐ ടേക്ക് എ ബാത്ത് ആൻഡ് ഗെറ്റ് ഡ്രെസ്ഡ്. ഡ്രസ്സ്ഡ് എന്ന് പറയുമ്പോൾ ഗെറ്റ് ഡ്രസ്ഡ് എന്നാണ് നമ്മൾ ആ ഒരു ഫ്രേസാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. സോ അതിനുശേഷം എന്ന് പറയുന്നത് നമുക്ക് ദെൻ എന്നും ആഫ്റ്റർ ദാറ്റ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു 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 ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സമയം വേണമെങ്കിൽ തുടക്കത്തിലും മെൻഷൻ ചെയ്യാം. അതൊരു ഫ്ലോയിൽ പറയുമ്പോഴേ ഇപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു? ഐ വേക്ക് അപ്പ് അറ്റ് 6:00. ദെൻ ഐ ബ്രഷ് മൈ ടീത്ത്. ആഫ്റ്റർ ദാറ്റ് ഐ ടേക്ക് എ ബാത്ത് ആൻഡ് ഗെറ്റ് ഡ്രസ്ഡ്. പിന്നെ നമുക്കത് അടുത്ത കാര്യം പറയുമ്പോൾ നമുക്ക് ടൈം ആദ്യം മെൻഷൻ ചെയ്യാൻ വേണമെങ്കിൽ, ഇപ്പോൾ ഞാനൊരു 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറയാം. അതെങ്ങനെ പറയാൻ പറ്റും? അറ്റ് 8:00 എന്ന് പറയാം എനിക്ക്. അറ്റ് 8:00 ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. അറ്റ് 8:00 ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അറ്റ് 8:00 കഴിഞ്ഞിട്ട് എന്താണ്? ഞാൻ എന്നെ പറ്റിയാണ് പറയണത്. ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8:00 എന്ന് നമുക്ക് പറയാം. ബട്ട് പറയുന്നൊരു ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണോ പറയുമ്പോൾ നാച്ചുറൽ ആയിട്ട് വരുന്നത് അത് ഫോളോ ചെയ്താൽ മതി ട്ടോ. ഈ ദെന്നും ആഫ്റ്റർ ദാറ്റ് ഒന്നും ആഡ് ചെയ്യണമെന്നില്ല. നമ്മൾക്ക് വെറുതെ സിമ്പിളായിട്ട് പറഞ്ഞു പോയാൽ തന്നെ നമ്മുടേത് ഡെയിലി റുട്ടീനാണ്. കാരണം ഡെയിലി റുട്ടീൻ അങ്ങനെ റൂൾസ് ഒന്നുമില്ല. നമ്മൾ പറയണ ലൈക്ക് ആ ഒരു സ്ട്രക്ചർ ഇതായിരിക്കണം. ലൈക്ക് ഐ വേക്ക് അപ്പ്, ഐ ബ്രഷ്, ദെൻ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഇനി അടുത്തൊരു ആക്ടിവിറ്റി ഏതായിരിക്കും നമ്മൾ?
ഇപ്പൊ ചിലര് ഭക്ഷണത്തിന് മുമ്പ് മരുന്ന് കഴിക്കുമല്ലേ? അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അവിടെ നമ്മൾ മരുന്ന് കഴിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ ടേക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഐ ടേക്ക് മൈ ടാബ്ലറ്റ് ഐ ടേക്ക് മൈ ടാബ്ലറ്റ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് ഞാൻ ടാബ്ലറ്റ് എടുക്കുന്നു പറയുമ്പോൾ എങ്ങനെയാണ്? ഐ ടേക്ക് ഐ ടേക്ക് മൈ ടാബ്ലറ്റ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് എന്ന് പറയാം. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്. ഓക്കെ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണെങ്കിലോ പറയാ? ആഫ്റ്റർ ആയിരിക്കും പറയാ അല്ലേ? ഓക്കെ. ഐ ടേക്ക് മൈ ടാബ്ലറ്റ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ഐ ടേക്ക് മൈ ടാബ്ലറ്റ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എന്ന് പറയാനായിട്ട്. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. ഇപ്പം നിങ്ങൾ റെഡിയായി കഴിഞ്ഞിട്ട് ഓക്കെ ഓഫീസിൽ പോണേക്കാളും മുമ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കുട്ടീനെ കുളിപ്പിക്കണം. അപ്പോൾ എനിക്ക് കുട്ടീനെ കുളിപ്പിക്കണമെന്ന് പറയാണ്. അതെങ്ങനെ പറയാൻ പറ്റും? നമുക്കിങ്ങനെ പറയാം, കുട്ടീനെ ഞാൻ കുളിപ്പിക്കാം. ഓക്കെ. ലൈക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ആണ് ഞാൻ കുട്ടീനെ കുളിപ്പിക്കുക. ഇവിടെ നമ്മൾ ഇങ്ങനെയായിരിക്കും പറയാ, ആഫ്റ്റർ മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ഗിവ് മൈ ബേബി എ ബാത്ത്. ഓക്കെ. എൻ്റെ കുട്ടീനെ കുളിപ്പിക്കുന്നു പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും പറയാ, ഐ ഗിവ് മൈ ബേബി എ ബാത്ത്. ഓക്കെ. നമ്മൾ കുളിപ്പിക്കുക. നമ്മൾ വേറെ കുട്ടീനെയാണല്ലോ കുളിപ്പിക്കുന്നത്. നമ്മൾ കുളിക്കുമ്പോഴാണ് നമ്മൾ ഐ ടേക്ക് എ ബാത്ത് എന്ന് പറയാ. കുളിപ്പിക്കുമ്പോൾ നമ്മൾ ഐ ഗിവ് എ ബാത്ത് എന്നാണ് പറയുക. ഓക്കെ അല്ലേ? സോ ഐ ഗിവ് മൈ ബേബി എ ബാത്ത്. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ഗിവ് മൈ ബേബി എ ബാത്ത് എന്ന രീതിയിലായിരിക്കും നമ്മൾ പറയുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പോണ സമയം പറയാൻ. ഞാൻ ഓഫീസിൽ പോണ സമയം എന്ന് പറയുമ്പോൾ ഞാൻ 9 മണിക്കാണ് ഓഫീസിൽ പോവുക. അതെങ്ങനെ പറയാൻ പറ്റും? ഐ ഗോ ടു ഓഫീസ് അല്ലെങ്കിൽ ഐ ഗോ ടു വർക്ക് അറ്റ് 9:00. ഐ ഗോ ടു വർക്ക് അറ്റ് 9:00 അല്ലേ? ഐ ഗോ ടു വർക്ക് ഞാൻ പോവാറെന്ന് പറയാം. ഐ ഗോ ടു വർക്ക് അറ്റ് 9:00. നമ്മളവിടെ സമയം മെൻഷൻ ചെയ്തു. ഇനി എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ 9:30 പറയുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും? മൈ വർക്ക് ഓക്കെ. മൈ വർക്ക് സ്റ്റാർട്ട്സ് അറ്റ് 9:30 അല്ലെങ്കിൽ ഐ സ്റ്റാർട്ട് മൈ വർക്ക് അറ്റ് 9:30 എന്ന് പറയാം. ഓക്കെ. ഞാൻ എൻ്റെ വർക്ക് തുടങ്ങുക 9:30ക്കാണ്. ഐ സ്റ്റാർട്ട് മൈ വർക്ക് ഇവിടെ ഐ സ്റ്റാർട്ട് എന്ന വേർബാണ് നമ്മൾ യൂസ് ചെയ്തതല്ലേ? സ്റ്റാർട്ട്. ഐ തുടങ്ങുക. ഐ സ്റ്റാർട്ട് മൈ വർക്ക് അറ്റ് 9:30. ഇനിയിപ്പോൾ എന്തായിരിക്കും? എൻ്റെ ലഞ്ച് ബ്രേക്ക് 1 മണിക്കാണ്. അതെങ്ങനെ പറയാൻ പറ്റും? മൈ ലഞ്ച് ബ്രേക്ക് ഈസ് അറ്റ് 1:00. മൈ ലഞ്ച് ബ്രേക്ക് ഈസ് അറ്റ് 1:00. ഇതും ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സാധാരണയായിട്ട് എൻ്റെ ലഞ്ച് ബ്രേക്ക് എത്രയാണ്? 1 മണിക്കാണെന്ന് പറയാം. ഓക്കെ. പിന്നെ ഞാൻ ലഞ്ച് കഴിക്കുക ഒരു 1:30ക്കാണെന്ന് പറയാൻ എങ്ങനെ പറയാൻ പറ്റും? ഐ ഹാവ് മൈ ലഞ്ച് അറ്റ് 1:30 അല്ലെങ്കിൽ അറ്റ് 1:30 ഐ ഹാവ് മൈ ലഞ്ച് അല്ലെങ്കിൽ ഐ ഈറ്റ് മൈ ലഞ്ച് എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞ് വർക്ക് അവസാനിക്കുക. വർക്ക് കഴിയുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ വർക്ക് നിർത്തുക 5 മണിക്കാണെന്ന് പറയാം. അതെങ്ങനെ പറയാൻ പറ്റും? ഐ സ്റ്റോപ്പ് മൈ വർക്ക് അറ്റ് 5:00 അല്ലെങ്കിൽ ഐ ഫിനിഷ് മൈ വർക്ക് എന്ന് പറയാം. ഐ ഫിനിഷ് മൈ വർക്ക് അറ്റ് 5:00. ഐ ഫിനിഷ് മൈ വർക്ക് അറ്റ് 5:00 എന്ന് പറയാം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തുക 6 മണിക്കാണ്. ഓക്കെ. എൻ്റെ ജോലിക്ക് ശേഷം ഞാൻ വീട്ടിലെത്താൻ 6 മണിക്കാണ്. എങ്ങനെ പറയാൻ പറ്റും? ആഫ്റ്റർ മൈ വർക്ക് ഐ ഗെറ്റ് ഹോം ഓക്കെ അല്ലെങ്കിൽ ഐ ഗെറ്റ് ബാക്ക് ഹോം അറ്റ് 6:00. ആഫ്റ്റർ മൈ വർക്ക് ഐ ഗെറ്റ് ബാക്ക് ഹോം അറ്റ് 6:00. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഫ്രേസ് എന്താണ്? ഗെറ്റ് ബാക്ക് ഹോം വീട്ടിലേക്ക് തിരിച്ചെത്തുക. ഗെറ്റ് ബാക്ക് ടു ഹോം എന്ന് പറയണ്ട. ഐ ഗെറ്റ് ബാക്ക് ഹോം അറ്റ് 6:00 എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോൾ അതേപോലെ തന്നെ എന്താണ് നമ്മൾ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? നമ്മൾ ഡിന്നർ കഴിക്കുക, കിടക്കണേക്കാൾ മുമ്പ് ബ്രഷ് ചെയ്യുക, പിന്നെ നമ്മൾ കിടക്കുക അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും എറൗണ്ട് ഇങ്ങനെ പറയാം. നമുക്ക് വേണമെങ്കിൽ എറൗണ്ട് എന്നൊരു ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. എറൗണ്ട് 9:00 ഐ ഹാവ് മൈ ഡിന്നർ. ഓക്കെ. ഏകദേശം 9 മണിക്ക് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുന്നു എന്ന് പറയാൻ എങ്ങനെ പറയാം? അറൗണ്ട് 9:00 ഐ ഹാവ് മൈ ഡിന്നർ അല്ലെങ്കിൽ ഐ ഹാവ് മൈ ഡിന്നർ അറൗണ്ട് 9:00 എന്ന് പറയാം. അതിനുശേഷം നമ്മൾ ഉറങ്ങണേക്കാൾ മുമ്പ് ബ്രഷ് ചെയ്യുന്നത് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ബിഫോർ എന്ന് പറയല്ലേ? ഓക്കെ. എങ്ങനെയായിരിക്കും പറയാ? ഐ ബ്രഷ് മൈ ടീത്ത് ബിഫോർ ഐ സ്ലീപ്പ് അല്ലെങ്കിൽ ഐ ബ്രഷ് മൈ ടീത്ത് ബിഫോർ ഐ ഗോ ടു ബെഡ്. ഓക്കെ. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുമെന്ന് പറയണ്ട. ഓക്കെ. അപ്പോൾ ബിഫോർ എന്ന് പറയാം. എന്തിന് ബിഫോർ? ഓക്കെ. ഏത് കാര്യത്തിന് മുമ്പേ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ബിഫോർ പറയാ. ഉറങ്ങുന്നതിന് മുമ്പ് ബിഫോർ സ്ലീപ്പ് ഓക്കെ അല്ലേ? സോ ഐ ബ്രഷ് മൈ ടീത്ത് ബിഫോർ ഐ സ്ലീപ്പ്. ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? ഓക്കെ. ഞാൻ 10 മണിക്കാണ് ഞാൻ കിടക്കുക അല്ലെങ്കിൽ 10:30ക്കാണ് ഞാൻ ഉറങ്ങുക. എങ്ങനെ പറയാൻ പറ്റും? ഐ സ്ലീപ്പ് അറ്റ് 10:30 എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ഗോ ടു ബെഡ് അറ്റ് 10:30. ഐ ഗെറ്റ് സ്ലീപ്പ് അറ്റ് 10:30 ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും.
അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡെയിലി റുട്ടീൻ പറയുമ്പോൾ, നമ്മൾ സാധാരണ ചെയ്തു വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ പ്രസന്റ് ടെൻസിലാണ് പറയല്. ഒരുതരം സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ഒന്നും ആലോചിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ബട്ട് മനസ്സിലാക്കുക നമ്മൾ ഇങ്ങനത്തെ നമ്മൾ സാധാരണയായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ, നമ്മൾ ആ ഒരു വെർബ് ഉണ്ടല്ലോ, ആ ഒരു ക്രിയ, ആ ക്രിയയുടെ ബേസ് ആയിട്ടുള്ള ഫോമാണ് നമ്മൾ എപ്പളും യൂസ് ചെയ്യുക. ശ്രദ്ധിച്ചില്ലേ? വേക്കപ്പ്, പിന്നെന്താണ് ഹാവ്, ഈറ്റ്, അതിൻ്റെയൊക്കെ ബേസ് ഫോമാ നമ്മൾ യൂസ് ചെയ്തത്. ഗോ, ടേക്ക് എ ബാത്ത്, പിന്നെന്താണ് നമ്മൾ ചെയ്തത്? ഗെറ്റ് ബാക്ക് ഹോം, ഗെറ്റ് ബാക്ക്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുടിക്കാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഡ്രിങ്ക് ആയിരിക്കും യൂസ് ചെയ്യുക അല്ലേ? ലൈക്ക് ഐ ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ്. അവിടെ നമ്മൾ ഡ്രിങ്ക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അല്ലേ? വേറെ ഡ്രിങ്കിങ് എന്നോ ഡ്രാങ്ക് എന്നോ അതൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുക. ജസ്റ്റ് ഡ്രിങ്ക് എന്ന വേർബാണ് നമ്മൾ യൂസ് ചെയ്യുക, ബേസ് ഫോം ആയിട്ടുള്ള. പിന്നെ നമ്മൾ ഏത് വേർബാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ലൈക്ക് എന്താണ്, ഗോ നമ്മൾ പറഞ്ഞു അല്ലേ? ഇപ്പം നമുക്ക് ഫിനിഷ് എന്നത് വേർബ് നമ്മളെന്താണ്, ഫിനിഷ്ഡ് എന്നും പറഞ്ഞില്ല, ഫിനിഷിംഗ് എന്നും പറഞ്ഞില്ല. ഐ ഫിനിഷ് മൈ വർക്ക്, അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് എന്നല്ല പറഞ്ഞത്, ഐ സ്റ്റാർട്ട് മൈ വർക്ക്. അതായത് സാധാരണ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക 9 മണിക്കാന്നൊക്കെ പറയുമ്പോൾ, ഐ സ്റ്റാർട്ടിങ് മൈ വർക്ക് അറ്റ് 9 എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. കറക്റ്റായിട്ട് ഐ സ്റ്റാർട്ട് മൈ വർക്ക്. ഓക്കെ. സോ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഐഎൻജിയോ അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഗോ, ഡ്രിങ്ക്, ആ ഒരു ബേസ് ഫോം അങ്ങനെ തന്നെ എടുത്ത് ഒരു വ്യത്യാസം വരുത്താണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ എന്നെപ്പറ്റി പറയുമ്പോഴാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ദെയ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് പറയുക. ഈ ഒരു ഫോർമാറ്റിന് ദെയ് ആണെങ്കിലും വി ആണെങ്കിലും മീര ആൻഡ് മനു 2 പേരുടെ റുട്ടീനും പറയുകയാണെങ്കിലും ഞാൻ ഇതേപോലെയാണ് പറയുക. ഷീയും ഹിയൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഒരു വെർബിൻ്റെ ഒപ്പം എസ് അല്ലെങ്കിൽ ഇഎസ് ഞാൻ ആഡ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവൾ എണീക്കുക 6 മണിക്കാന്ന് പറയുമ്പോൾ ഷീ വേക്കപ്പ് എന്നല്ല, ഷീ വേക്സ് അപ്പ് എന്നാ പറയുക. വേക്കിൻ്റെ ഒപ്പം ഒരു എസും കൂടി വന്നു. ഷീ വേക്സ് അപ്പ് അറ്റ് 6 o'clock. ഷീ ബ്രഷസ് ഹെർ, ലൈക്ക് ഷീ ബ്രഷസ് ഹെർ ടീത്ത് അല്ലേ? അല്ലെങ്കിൽ ഷീ ബ്രഷസ് അറ്റ് 6:30. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അവളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറയുമ്പോൾ ഷീ ഹാവ് അല്ല, ഷീ ഹാസ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ഷീ ഹാസ് ബ്രേക്ക്ഫാസ്റ്റ് എന്നായിരിക്കും പറയുക, അല്ലെങ്കിൽ ഷീ ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയുക. അതാണ് നമ്മൾ ഷീ ഒക്കെ പറയുമ്പോൾ വരുന്നൊരു പ്രത്യേകത. അപ്പം ആരെ പറ്റിയാണോ നമ്മൾ പറയണത്, ആ ആളെ മെൻഷൻ ചെയ്യുക. ആ ഒരു പ്രൊനൗൺ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഐ, ഷീയോ, ദെയ്യോ. എന്നെ പറ്റി പറയുമ്പോൾ ഐയും, അവളെ പറ്റി പറയുമ്പോൾ ഷീയും, അവനെ പറ്റി പറയുമ്പോൾ ഹീയും, അവരെ പറ്റി പറയുമ്പോൾ ദെയ്യും. അതിൽ തന്നെ നമ്മൾ തുടങ്ങാൻ ശ്രമിക്കുക. അതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന കാര്യങ്ങൾ നാച്ചുറൽ ആയിട്ട് തന്നെ വരും. അപ്പോൾ എല്ലാവരും അവരവരുടെ ഡെയിലി റുട്ടീൻ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. എഴുതിയാൽ മാത്രം പോരാ, ലൈക്ക് മറ്റുള്ളവരായിട്ട് സംസാരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വെച്ച് തന്നെ നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന പല പല കാര്യങ്ങൾ ആലോചിച്ചിട്ട് കൂടുതൽ കൂടുതൽ പറയാൻ ശ്രമിക്കുക. ഇത് തന്നെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത ടെൻസുകളും അടുത്ത ഗ്രാമറൊക്കെ നമുക്ക് പതിയെ പതിയെ മനസ്സിലാകാൻ തുടങ്ങും. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി. ബൈ.